പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഇന്നത്തെ ഈ ശുശ്രൂഷ സമയത്ത് ദൈവം ഇടപെടണം എന്നാഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മളാരും വെറുതെ പങ്കെടുക്കുന്നവരല്ല, മറിച്ച് നിശ്ചയമായും ദൈവം ഇന്ന കാര്യങ്ങളിൽ അങ്ങ് ഇടപെടണം. കർത്താവേ, അങ്ങില്ലാതെ ഞങ്ങൾക്ക് ആരുണ്ട് ആശ്രയം? അങ്ങ് ഇടപെടണം. കർത്താവേ, ഇന്ന കാര്യങ്ങൾ സമർപ്പിക്കുന്നു, അങ്ങയുടെ കരുണയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. കർത്താവേ, അങ്ങ് ഇടപെടും എന്ന് വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ വിളിച്ചോളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ക്ഷീണമേ. കണ്ണു തുറന്ന് കരങ്ങൾ കൂപ്പി സന്തോഷത്തോടെ പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വസ്ഥമായിട്ട് ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളെല്ലാവരെയും ഈ പോട്ട ആശ്രമത്തിലെ ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അവിചാരിതമായിട്ട് ബൈ ചാൻസ് ആയിട്ട് പങ്കെടുക്കുന്നതല്ല, മറിച്ച് ഇറ്റ് ഈസ് ഹിസ് പ്ലാൻ. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുക എന്നുള്ളത്. വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ, ആമേൻ പറഞ്ഞേ. ആമേൻ ഒന്നുകൂടെ പറഞ്ഞേ. ആമേൻ. ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അപ്രകാരം തന്നെ സംഭവിക്കട്ടെ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ സന്തോഷകരമായ ഒരു ദൈവവചനം നൽകി നമ്മുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുകയാണ്. അത് ഹെബ്രായ ലേഖനം, ബൈബിൾ ഉള്ളവരും തുറന്നേ, ബുക്ക് ഓഫ് ഹീബ്രൂസ്, ഹെബ്രായ ലേഖനം 6-ാം അധ്യായം 14-ാം തിരുവചനമാണ്. ചാപ്റ്റർ 6 വേഴ്സ് 14. ഹെബ്രായ ലേഖനം 6-ാം അധ്യായം 14-ാം തിരുവചനം. ദൈവം അബ്രാഹത്തോട് പറഞ്ഞ ഒരു കാര്യമാണ് ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെയും മേൽ സംഭവിക്കാൻ പോകുന്നത്. ദൈവം അബ്രാഹത്തോട് പറഞ്ഞ കാര്യം കേട്ടോ. പഴയ നിയമത്തില് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം അബ്രാഹത്തോട് പറഞ്ഞ കാര്യം. എബ്രായ ലേഖനം 6-ാം അധ്യായം 14-ാം തിരുവചനം ഉച്ചത്തിലൊന്ന് വായിച്ചേ. നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കണ്ടോ, ഒരു കുഞ്ഞു കാര്യം, പക്ഷേ എത്ര പ്രധാനപ്പെട്ട കാര്യമാണെന്നറിയാവോ? ദൈവം അബ്രാഹത്തോട് പറഞ്ഞൊരു കാര്യം. എന്താ പറഞ്ഞത്? നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ കേട്ട ഈ വചനം ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ഓരോരുത്തരും സ്വന്തമായി സ്വീകരിക്കുകയാണ്. നമ്മളോട് കർത്താവ് പറയുന്നൊരു കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളുടെ ജീവിത അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഒരു കാര്യം ഉറപ്പ്, ഈ സന്ദേശം നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന സന്ദേശമാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞാലോ? വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ പറഞ്ഞേ. നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഒന്നും കൂടെ പറഞ്ഞേ. നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഐ വിൽ ഷുവർലി ബ്ലെസ് യു ആൻഡ് മൾട്ടിപ്ലൈ യു. നിശ്ചയമായും. എങ്ങനെയാണ്? നിശ്ചയമായും, ഷുവർലി, അങ്ങനെ എഴുതിയിരിക്കുന്നത്. നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിശ്ചയമായും. ചിലപ്പോൾ അനുഗ്രഹിച്ചേക്കാം, അങ്ങനെയാണോ? അല്ല. നമ്മുടെയൊക്കെ പല പ്രാർത്ഥന അങ്ങനെയാണ്. കിട്ടിയാ കിട്ടി, കൊള്ളാം. ചിലപ്പോൾ എന്നല്ല, മറിച്ച് നിശ്ചയമായും, ഷുവർലി ഇത് സംഭവിക്കുന്നു.
നിശ്ചയമായും നിന്നെ ദൈവം അനുഗ്രഹിക്കും. എന്നിട്ടൊരു കാര്യം കൂടെ പറയും, ദൈവം വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്ത് ചെയ്യും? ഹി വിൽ മൾട്ടിപ്ലൈ, വർദ്ധിപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില അമ്മമാരൊക്കെ ചിന്തിക്കുന്ന, ദൈവമേ ഇപ്പം 3 കുഞ്ഞുങ്ങൾ, ഇനിയും വർധന ഉണ്ടാവുമോ? ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവുമെന്നാണോ? കുഞ്ഞുങ്ങളുണ്ടാവുന്നതിനെ കുറിച്ച് മാത്രമൊന്നുമല്ല, മറിച്ച് വർധനവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഇന്നായിരിക്കുന്ന അവസ്ഥയ്ക്ക് മുകളിൽ ഒരു ബെറ്റർ ലൈഫ്, ഇതിനേക്കാളും ബെറ്ററായ ചില കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന്, വർദ്ധിപ്പിക്കുമെന്ന് അവരാണ്. ഹി വിൽ മൾട്ടിപ്ലൈ. നമുക്കുള്ള ഈ അവസ്ഥയെ കർത്താവ് അതിശക്തമായി അതിനെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ജീവിതത്തിൽ സംഭവിക്കണം എന്ന ആഗ്രഹമുള്ളവരൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. കയ്യടി കണ്ടാ അറിയാം എത്ര പേർക്ക് ആഗ്രഹമുണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മളോട് തന്നെ പറയണം. നമ്മളോട് നമ്മൾ എന്തു പറയുന്നു എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളോട് എന്താണ് പറയുന്നത്? ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ നിങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങളൊരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ, നിങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളോട് പറഞ്ഞത്? പലരും പലതും പറഞ്ഞത് നിങ്ങളുടെ തലയ്ക്കകത്തിരിപ്പുണ്ട്. നിങ്ങൾ എന്താണ് നിങ്ങളോട് പറയുന്നത്? ഒരു വ്യക്തി സ്വയം എന്തു ചിന്തിക്കുന്നു, എന്താലോചിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആ വ്യക്തി ചിന്തിക്കുന്നതാണ് ആ വ്യക്തി ആയിത്തീരുന്നത്. ഇപ്പോൾ ഒരാൾ നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റപ്പോഴത്തേക്ക് അയാൾ കണ്ടു തിരുമ്മി ചിന്തിച്ചപ്പോഴത്തേക്കോ, എന്തൊരു ദിവസം, നാശം പിടിച്ച ദിവസം. എങ്ങനത്തെ ദിവസം? നാശം പിടിച്ച ദിവസം. എന്തൊരു മഴ, എന്തൊരു വെയിൽ, ഓ വല്ലാതെ ക്ഷീണം. ആ ദിവസം മുഴുവൻ എന്താവും? ആലോചിച്ചാൽ മതി. ഓരോരുത്തരും ചിന്തിക്കൂ. നമ്മളോട് എന്തു പറയുന്നുവോ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏത് കാര്യത്തിലും നിങ്ങളെടുത്ത് പരിശോധിച്ചോളൂ. നമ്മളോട് തന്നെ, മറ്റുള്ളവർ പറയുന്നതല്ല, നമ്മളോട് തന്നെ പറയുന്ന കാര്യം, എന്നെ കൊണ്ട് കഴിവില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിവില്ല, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെയാണ്, പിന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇന്ന് രാവിലെ ഒരു ചെറുപ്പക്കാരൻ കാണാൻ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛാ ദേ എനിക്ക് 32 വയസ്സാകാൻ പോകുന്നു. ഞാൻ പറഞ്ഞു, സന്തോഷം, നല്ല കാര്യം. ജൂൺ മാസം 1-ാം തീയതി എൻ്റെ ജന്മദിനമാണ് അച്ഛാ. എന്ന് മാത്രമല്ല അച്ഛാ, എൻ്റെ എല്ലാ കഷ്ടതയും തീരാൻ പോകുന്നത് 32-ാമത്തെ വയസ്സിലാണ്. ഞാൻ ചോദിച്ചു, ഇതാര് പറഞ്ഞു? അച്ഛാ ഇത് എനിക്കൊരു 20-ാമത്തെ വയസ്സിൽ എന്നോട് ഒരാൾ കൈ നോക്കിയിട്ട് പറഞ്ഞു 32-ാമത്തെ വയസ്സ് മുതൽ ഇയാൾ രക്ഷപ്പെടും. അച്ഛാ ദേ 32-ാമത്തെ വയസ്സാകാൻ പോവാ. കഷ്ടപ്പാടച്ഛാ, ജീവിതം മുഴുവൻ കഷ്ടപ്പാടാണ്. 20-ാമത്തെ വയസ്സിൽ ഇയാളുടെ കൈ നോക്കി ഒരാൾ പറഞ്ഞ കാര്യം അന്ന് മുതൽ, ഇപ്പോൾ 20 കഴിഞ്ഞ് 12 വയസ്സ്, 12, അതായത് 20 കഴിഞ്ഞ് 32-ലോട്ട് കയറാൻ പോവാ. അപ്പൊ ഈ ചെറുപ്പക്കാരൻ ഇവൻ ചിന്തിക്കുന്ന എന്നാന്നറിയും, ഇവൻ ഇതിൻ്റെ ഇടയിൽ വിവാഹം കഴിച്ചു, ഇവനൊരു കൊച്ചുണ്ട്, ഇവന്റെ ജീവിതം അങ്ങോട്ട് ശരിയായിട്ടില്ല, ഇവന്റെ ഭാര്യയ്ക്ക് വിദേശത്ത് പോകാൻ വേണ്ടി ഇന്റർവ്യൂ ഒക്കെ റെഡിയായിട്ട് ഒരു വശത്ത് നിൽക്കുന്നു. അപ്പൊ അവൻ പ്രാർത്ഥിക്കാൻ വന്ന അതിനോട് ബന്ധപ്പെട്ട. അപ്പൊ ഇവന്റെ കാര്യം ഇവൻ പറഞ്ഞ മൊത്തം ഡാർക്കാണ് അച്ഛാ, ഡാർക്കാണ്. ഇപ്പോഴത്തെ ന്യൂജൻ ഭാഷയിൽപ്പെട്ടതാണ്. മൊത്തം നെഗറ്റീവ്, മൊത്തം ഡാർക്കാണ്, ഒരു രക്ഷയില്ല. പക്ഷെ 32-ാമത്തെ വയസ്സ് തൊട്ട് ജൂൺ മാസം 1-ാം തീയതി തൊട്ട് എൻ്റെ തലവര മാറും. അപ്പൊ ഇവനോട് തന്നെ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് എന്താ? ഇന്ന് എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല, നാളെ എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്ന് മുതലേ കാര്യമുള്ളൂ. ജൂൺ 1-ാം തീയതി 32 വയസ്സ് തൊട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇപ്പൊ ഞാൻ എന്തൊക്കെ കഴിച്ചാലും എൻ്റെ വയറ്റിൽ പിടിക്കത്തില്ല, ഞാൻ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഞാൻ നന്നാവില്ല, എൻ്റെ വീട്ടിൽ ഞാൻ ഏതൊക്കെ ജോലിക്ക് പോയാലും ഏതെല്ലാം കാര്യത്തിനിറങ്ങിയാലും എല്ലാം പരാജയം. ഇത് ആരോട് പറഞ്ഞിരിക്കുന്നു? ഇവനോട് തന്നെ പറഞ്ഞ് ചിന്തിച്ച് വെച്ചിരിക്കുന്ന കാര്യം. ഒരു ദൈവമകനും ദൈവമകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിന്റെ ഉള്ളിൽ നീ എന്ത് ചിന്തിക്കുന്നു, നീ നിന്നോട് തന്നെ എന്ത് പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഇപ്പൊ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം പേരും വിവാഹം കഴിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ പല പല പ്രതിസന്ധികളുണ്ട്. നിങ്ങൾ ചിന്തിക്കുകയാണ്, ഓ ഇയാളെ കെട്ടിയതോടുകൂടെ എൻ്റെ ജീവിതം നരകമാണ്, നരകം. പിന്നെ അന്ന് മുതൽ എന്തായിരിക്കും അത്? നരകം.
നരകത്തിൻ്റെ എല്ലാ സ്വഭാവ പ്രത്യേകതകളും ആ വീട്ടിലുണ്ടാവും. എന്നാൽ അതേസമയം തന്നെ ആ വ്യക്തി തന്നെ ചിന്തിക്കുകയാണ്, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ഈ വീട് ഇതിനെ സ്വർഗമാക്കാൻ കർത്താവ് എന്നെ കൊണ്ടുവന്നതാണ്, ഇതെന്താണ് സ്വർഗം. അപ്പൊ അതിന് തക്കവണ്ണമുള്ള പ്രവർത്തികളും അന്തരീക്ഷവും അവിടെ വെളിപ്പെടാൻ തുടങ്ങും. ആദ്യം പറഞ്ഞ നരകമാണെങ്കിൽ രാവിലെ മുതൽ നരകത്തിന്റെ പ്രത്യേകതകൾ അല്ലേ. മകനെ കാണുമ്പോൾ പറയും നരകം പിടിച്ചവൻ, പറയുന്നവരുണ്ടെന്ന് വായിന്ന് വീഴുന്ന വാക്യ. കാരണം ഉള്ളിൽ എന്താ ഉള്ളത്? ഉള്ളിൽ ഈ നരകത്തെക്കുറിച്ച് ചിന്ത. എല്ലാം നശിച്ചു, എല്ലാം തീർന്നു, ഇനി എന്തൊരു ജീവിതം, മൊത്തം തീർന്നു, മൊത്തം നെഗറ്റീവ്. നമ്മൾ നമ്മളോട് എന്തു പറയുന്നു എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം അബ്രാഹത്തോട് പറഞ്ഞ കാര്യം ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയും സ്വന്തമാക്കണം, നമ്മുടെ ജീവിതത്തിലോട്ട് സ്വീകരിക്കണം. എന്താണെന്നറിയാവോ? നിശ്ചയമായും ദൈവം എന്നെ അനുഗ്രഹിക്കുകയും എന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. വലതുകരം നെഞ്ചോത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഓരോ വ്യക്തിയും സ്വയം പറഞ്ഞ് ഒരു 3-4 തവണ പറഞ്ഞ്, നിശ്ചയമായും ദൈവം എന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിശ്ചയമായും ദൈവം എന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഒന്നും കൂടെ പറഞ്ഞേ, നിശ്ചയമായും ദൈവം എന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇത് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞ് നമ്മൾ പ്രവൃത്തിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ വിശ്വസിക്കുന്ന കാര്യം, നമ്മൾ ഉള്ളിൽ പറഞ്ഞ കാര്യം അതേപടി സംഭവിക്കും. അതെ, മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പാസേജാണ്. ഒന്നെടുത്തോളൂ. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 25-ാം തിരുവചനം ഒന്ന് തുറന്ന് വായിച്ചേ. അതിലൊരു സ്ത്രീയെ നമ്മൾ പരിചയപ്പെടുകയാണ്. എന്താണ് ആ സ്ത്രീയുടെ പ്രത്യേകത? 5-ാം അധ്യായം 25-ാം തിരുവചനം. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. കണ്ടോ, ശ്രദ്ധിച്ചേ. അപ്പൊ വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് വായിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം ചിന്ത? 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീ ഉണ്ടായിരുന്നു. അതിനിപ്പോ ഞാൻ എന്നാ വേണം? ആണോ? അല്ല, പിന്നെ എന്തുവാ നമ്മുടെ മനസ്സിൽ എന്താ വരേണ്ടത്? ഇത് വായിക്കുമ്പോഴത്തേക്ക് 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് എഴുതി വെക്കുമ്പോൾ വായിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം, ദൈവമേ, എൻ്റെ ജീവിതത്തിലും സമാനമായ ചില രോഗങ്ങൾ, ചില പീഡകൾ വർഷങ്ങളായി ഉണ്ടല്ലോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇത് പണ്ടെങ്ങാണ്ട് സംഭവിച്ചൊരു കാര്യമാണ്, എനിക്കിതിനോട് യാതൊരു ബന്ധവുമില്ല എന്നല്ല. മറിച്ച് ഈ വചനത്തോട് നമുക്ക് ബന്ധമുണ്ട്. ഇത് നമ്മളെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ദേ ശ്രദ്ധിച്ചോ, ഈ 12 വർഷമായ രക്തസ്രാവമുള്ള സ്ത്രീ എങ്ങനെയാണ് സൗഖ്യപ്പെട്ടത്? ആ സ്ത്രീയുടെ അവസ്ഥ എന്തായിരുന്നു? തൊട്ടടുത്ത വചനം ഒന്ന് വായിച്ചേ. പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. ശ്രദ്ധിച്ചേ, പല ആശുപത്രികളിൽ വൈദ്യന്മാരുടെ അടുത്ത് പോയി, പോകാവുന്ന എല്ലാ ആശുപത്രിയിലും പോയി. ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചിലരുടെ അവസ്ഥ അങ്ങനെയാണ്. ഇനിയിപ്പോ ഏത് ആശുപത്രിയിലാണ് പോകേണ്ടത്? ഇംഗ്ലീഷ് മരുന്ന്, ഹോമിയോ, അലോപ്പതി, ആയുർവേദം എല്ലാം പരിശോധിച്ചു. പോകാവുന്ന എല്ലാ ആശുപത്രികളിലും പോയി. ഇന്ന ഡോക്ടർ അവിടെയുണ്ടെന്ന് കേട്ട് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി എല്ലായിടത്തും പോയി. വന്നിട്ട് വചനം പറയുന്നു, കൈവശമുള്ളതെല്ലാം ചെലവഴിച്ചു. ഇനി കയ്യിലൊന്നുമില്ല, നാട്ടുകാരോട് മേടിക്കാനൊന്നുമില്ല, ബാങ്കിൽ നിന്ന് കിട്ടാനൊന്നുമില്ല, മൊത്തം പെട്ടിരിക്കുന്നു. ഈ സ്ത്രീയെ കുറിച്ചൊരു വചനം പറയുന്നുണ്ടെന്ന് വായിച്ചേ. അടുത്ത വചനം, അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. കണ്ടോ, യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിരുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്ത്രീ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുക മാത്രമല്ല, ഈ സ്ത്രീയുടെ ഉള്ളിൽ അതിശക്തമായ ഒരു ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യം ഇങ്ങനെയാണ്. വചനം വായിച്ചാലോ, 28-ാം തിരുവചനം. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു. കണ്ടോ, അവൾ ഒരു കാര്യം ഉള്ളിന്റെ ഉള്ളിൽ വിശ്വസിച്ചിരുന്നു, വിചാരിച്ചിരുന്നു. എന്താണ് വിചാരിച്ചിരുന്ന കാര്യം? എന്താണ് വിചാരിച്ചിരുന്ന കാര്യം? പറഞ്ഞേ.
ഞാൻ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടാൽ ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു. അവളുടെ ഉള്ളിലൊരു വിശ്വാസമുണ്ടായിരുന്നു. അത്രമേൽ പ്രതീക്ഷയും വിശ്വാസവും ആ സ്ത്രീയുടെ ഉള്ളിലുണ്ടായിരുന്നു. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഒരു കാര്യം ഈ സ്ത്രീ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വസിച്ച് പലതവണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ യേശുവിനെ കണ്ടാൽ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം, ഞാൻ യേശുവിൻ്റെ വസ്ത്രത്തിൽ വിളിമ്പിൽ തൊട്ടാൽ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം. ഈ സ്ത്രീ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം നമ്മൾ എന്താണ് ഇവിടെ ഇരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ പലരുടെയും മനസ്സ് ഇവിടെയല്ല. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ തലയിലൂടെ ഓടുന്നത് വേറെ പല കാര്യങ്ങളാണ്. എന്നാൽ ഇതാ ഈ ശുശ്രൂഷ സമയത്ത് സർവശക്തനായ ദൈവം നിന്നെ പഠിപ്പിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നീ നിന്നോട് തന്നെ പറയണം, നീ നിന്നോട് തന്നെ വിശ്വസിക്കണം. എന്തു പറയണം? നിശ്ചയമായും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയാ. എത്ര വലിയ കുഴിക്കകത്ത് കിടക്കുന്നുണ്ടെങ്കിലും, ആർക്കും നിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിലും, നിങ്ങൾ ഇത് നിങ്ങളോട് തന്നെ പറയുന്നതനുസരിച്ച് നമ്മുടെ മുമ്പിൽ അത്ഭുതകരമായ ചില കാര്യങ്ങൾ സംഭവിക്കും. ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. ഈ വർധനവെന്ന് പറയുന്നത് ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു, മക്കൾ ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല വർധനവ്, മറിച്ച് നിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും. ഒരൊറ്റ വചനം വായിച്ചാൽ അത് മനസ്സിലാവും. ജോബിന്റെ പുസ്തകം 42 അധ്യായം 10 തിരുവചനം. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 42 വേഴ്സ് 10. ജോബിന്റെ പുസ്തകം 42 അധ്യായം 10 തിരുവചനം ഒന്ന് വായിച്ചേ. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. എന്നിട്ട് ഒരു കുഞ്ഞു വചനം കൊണ്ട് അവിടുന്ന് അത് ഇരട്ടിയാക്കി കൊടുത്തു. ഹല്ലേലൂയാ. അവിടുന്ന് അത് ഇരട്ടിയാക്കി കൊടുത്തു. ഇതാണ് വർധനവെന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട എന്തിനാ? ദൈവമേ, ജോബിന്റെ ജീവിതത്തിൽ സംഭവിച്ച അതേ വർധനവ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം. എൻ്റെ ജോലി മേഖലയിൽ കർത്താവേ, എനിക്ക് അല്പം കൂടെ മെച്ചപ്പെട്ടൊരു കാര്യം, എൻ്റെ വീടിലെ സാമ്പത്തിക അവസ്ഥ അല്പം കൂടെ മെച്ചപ്പെട്ടൊരു കാര്യം, എൻ്റെ കുടുംബത്തിലെ സ്നേഹബന്ധങ്ങളിൽ അല്പം കൂടെ മെച്ചപ്പെട്ടൊരു കാര്യം, ഒരു ബെറ്റർ ലൈഫ് കർത്താവെ അങ്ങ് എനിക്ക് നൽകുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നല്ല ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. അല്പം കൂടെ ഉച്ചത്തിൽ പറഞ്ഞേ, അല്പം കൂടെ ഉച്ചത്തിൽ പറഞ്ഞേ. ഹല്ലേലൂയാ. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും